Meet the editors. ഭരണപ്രതിപക്ഷാംഗങ്ങളുടെ ഏറ്റുമുട്ടലാണ് നിയമസഭയിൽ ഇന്ന് കണ്ടത്. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനു പിന്നാലെ സഭ സംഘർഷഭരിതമായി. പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിക്കാൻ ശ്രമിച്ചതോടെ വാച്ച് ആൻഡ് വാർഡും ഇടപെട്ടു. മാത്യു കുഴൽനാടൻ MLA-യും പിടിച്ചുമാറ്റി. അതിനിടെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നേർക്കുനേർ ഏറ്റുമുട്ടലിനും സഭ സാക്ഷ്യം വഹിച്ചു. നാടകീയ രംഗങ്ങൾക്കിടെ മലപ്പുറം പരാമർശത്തിലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയിൽ ഇന്ന് സംഭവിച്ചതെന്തെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഉപദേശക സമിതിയുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ബില്ലിന്റെ അവതരണവും ഭേദഗതി ബിൽ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചെയറിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത്. സർ, നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ്. നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ പാരമ്യത, അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത്. ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. സാർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അങ്ങയെ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും അതുകൊണ്ട് എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അതൊന്നും എന്റെ അടുത്ത് ഏശില്ല കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കാത്തത്? എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത്? നിങ്ങൾ ഇങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന്? നിങ്ങളോടല്ല, അവിടെ നിന്നവരോടാണ് ചോദ്യം. നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു, അവിടെ വന്നിരിക്കാൻ പറയുന്നു. നിങ്ങളെ വാക്കിന് വല്ല വിലയുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത്? നിലവാരം കളഞ്ഞു എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഈ മാണിയുടെ കാലത്ത്, ബഡ്ജറ്റിൻ്റെ കാലത്ത് നമ്മൾ സഭയിൽ കണ്ട കയ്യാങ്കളിക്ക് ശേഷം സമീപകാല ചരിത്രത്തിൽ നമ്മൾ ഇന്നേ വരെ കേരള നിയമസഭയിൽ ഇത്തരം ഈ ഡൈസിലേക്ക് വരുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും പ്രതിപക്ഷ നേതാവും സ്പീക്കറും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ, വ്യക്തിപരമായ അധിക്ഷേപിച്ചുകൊണ്ട് ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. നിലവാരം കളഞ്ഞു. നോക്കൂ, നിലവാരം കളഞ്ഞില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ ചൂണ്ടിയാണ് അത്തരം ഒരു ചോദ്യമെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്തിനാണ് പ്രതിപക്ഷം സഭയിൽ വരുന്നത്? പ്രതിപക്ഷം സഭയിൽ വരുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കുക, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഉന്നതമായ ജനാധിപത്യ മൂല്യമാണ്. കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ചിരുന്ന മോദി സർക്കാരിനോടുള്ള നമ്മളുടെ ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? പ്രതിപക്ഷത്തെ പരിഗണിക്കാതിരിക്കുക, പ്രതിപക്ഷത്തെ പരിഹസിക്കുക, പ്രതിപക്ഷത്തിൻ്റെ ഒരു അടിയന്തര പ്രമേയത്തിന് പോലും അനുമതി നൽകാതിരിക്കുക, പ്രതിപക്ഷത്തെ അവഹേളിക്കുക, പ്രതിപക്ഷത്തെ കണ്ടില്ലെന്ന് നടിക്കുക. നമുക്കറിയാമല്ലോ, ഒരു ദിവസം ഒറ്റയടിക്ക് 145 MP-മാരെ പുറത്താക്കിക്കൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതീയ ന്യായ സംഹിത എന്ന ബില്ല് നരേന്ദ്രമോദി സർക്കാർ പാസ്സാക്കിയത്. അതിന് ഒരുമിച്ചിരുന്ന് എതിർത്തവരാണല്ലോ നമ്മൾ മാത്രമല്ല, ഈ പറയുന്ന കേരളത്തിലെ UDF-ഉം LDF-ഉം ഒക്കെ ഒരുപോലെ ആ നീക്കത്തെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷമുണ്ടാവുക, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുക, പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടാകുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നോക്കൂ, 49 ചോദ്യങ്ങളാണ് പ്രതിപക്ഷം നേരത്തെ എഴുതി കൊടുത്തിരുന്നത് സ്പീക്കറിന്, അല്ലേ? അതെല്ലാം സ്റ്റാർഡ് ആയിരിക്കണം എന്നും പറഞ്ഞു. എന്താണ് സ്റ്റാർഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളാണ് എങ്കിൽ അത് നിശ്ചയമായും നിയമസഭയുടെ ഫ്ലോറിൽ അവതരിപ്പിക്കണം. ഈ 49 ചോദ്യങ്ങളുടെ സ്വഭാവം എന്താ?
അത് അന്ന് അങ്ങ് 2024 പൊതുതെരഞ്ഞെടുപ്പിൽ തുടങ്ങി. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ ഇങ്ങോട്ട് ADGPയും അതേപോലെ തന്നെ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച, മലപ്പുറം സംബന്ധിച്ച പരാമർശം, PR ഏജൻസി വിവാദം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ 49 ചോദ്യങ്ങൾ പ്രതിപക്ഷം എഴുതി നൽകിയത്. അത് സ്റ്റാർഡ് ആയിരിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? അത് ഫ്ലോറിൽ വന്ന് ചർച്ച ചെയ്യണം. അത് സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവണം, അതിന് സർക്കാരിന് മറുപടി പറയാനുണ്ടാകണം, ആ മറുപടിയെ സംബന്ധിച്ച് ഉപചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാകണം. ആ രീതിയിൽ ചർച്ച നടക്കണം. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടണ്ടേ, സഭയിൽ ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? ഈ 49 ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടത് ആരാണെന്ന് അറിയാവോ? മുഖ്യമന്ത്രിയാ. കാരണം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ 49 ചോദ്യങ്ങളും എന്ന് പറയുന്നത്. ഈ ചോദ്യങ്ങളോട് സ്പീക്കർ എടുത്ത സമീപനം എന്താ? ഈ ചോദ്യങ്ങളെല്ലാം അൺസ്റ്റാർഡ് ആക്കി എന്നുള്ളതാണ്. അൺസ്റ്റാർഡ് ആക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നിയമസഭയുടെ ഫ്ലോറിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട, ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട. ആ രീതി ശരിയാണോ? ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമല്ലേ? ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളത് സ്പീക്കറുടെ ചുമതലയല്ലേ? ഇവിടെ ഇപ്പോൾ അൺസ്റ്റാർഡ് ആക്കി മാറ്റിയിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ രീതിയാണോ? അത് ജനാധിപത്യ മര്യാദയാണോ? മാത്രമല്ല, എന്താണ് സ്പീക്കർ പറഞ്ഞത്? ഇതൊക്കെ തദ്ദേശീയ വിഷയങ്ങളാണ് എന്നാണ്. എന്താണ് തദ്ദേശീയ വിഷയം എന്ന് പറയുന്നത്? ADGPയും ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു തദ്ദേശീയ വിഷയമാണോ? പൂരം കലക്കിയതൊരു തദ്ദേശീയ വിഷയമാണോ? മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിൽ വന്ന വിവാദ അഭിമുഖം ഒരു തദ്ദേശീയ വിഷയമാണോ? അതൊന്നും തദ്ദേശീയ വിഷയമല്ല. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വേഗത്തിലാക്കിക്കൂടെ? ഒരു തദ്ദേശീയ വിഷയമാണെന്നേ, അത് സ്റ്റാർഡായിട്ട് വരണ്ട. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കുന്നിടത്തോ ബസ് ഷെഡ് അനുവദിക്കുന്നിടത്തോ തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഉന്നയിക്കുന്ന ഒരു തദ്ദേശീയ വിഷയമാണ്, സ്റ്റാർഡായിട്ട് വരണ്ട. പക്ഷേ ഈ വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, കേരളത്തിലെ പൊതുമണ്ഡലം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അത് ചോദിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട്. ആ അവകാശം നൽകണമായിരുന്നു. ആ അവകാശം നൽകാത്തതിനെ ചോദ്യം ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം? ആ ചോദ്യം ചെയ്യലാണ് ഇന്ന് ചോദ്യോത്തരവേളയിൽ സംഭവിച്ചത്. ആ ചോദ്യോത്തരവേളയിലെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിപക്ഷം എന്താ ചെയ്തത്? പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയതിന് ശേഷം വീണ്ടും സഭയിൽ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും ഒക്കെ പ്രതിപക്ഷത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരം തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആബ്സെൻസിൽ അവർ വാക്കൗട്ട് നടത്തി കഴിഞ്ഞു. അവരുടെ ആബ്സെൻസിൽ അത് സഭാ TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ആബ്സെൻസിൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം സീറോ ഓവറിൽ തിരിച്ചു വന്നു. സീറോ ഓവറിൽ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതേക്കുറിച്ച് ചോദ്യം ചോദിക്കില്ലേ? ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ബഹളമുണ്ടായി എന്നുള്ളത് ശരിയാണ്. ആ ബഹളം അൺറൂളിയാണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. നേരത്തെ അരുൺ സൂചിപ്പിച്ചല്ലോ, 2015 മാർച്ച് 13 നമുക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ലല്ലോ. ഏറ്റവും വലിയ അൺറൂളി പ്രതിപക്ഷത്തെ കേരളം നിയമസഭ കണ്ട ദിവസമാണ് ഈ 2015 മാർച്ച് 13. അന്ന് KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക മാത്രമല്ലോ, സ്പീക്കറുടെ ചെയർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങില്ലേ, അവിടുത്തെ കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്തില്ലേ, ആ കേസ് റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വരെ പോയല്ലോ, റദ്ദാക്കിയിട്ടില്ലല്ലോ, ആ കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തനിയാവർത്തനമൊന്നുമല്ല. എന്നാൽ ഒരർത്ഥത്തിൽ ഈ പറയുന്ന വിഷയത്തിൽ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. മാത്രമല്ല, എന്താ സംഭവിച്ചത്? പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേട്ടല്ലോ, എല്ലാവരും ഇന്ന് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവാരമില്ലാത്തയാൾ അവജ്ഞയോടെ തള്ളുന്നു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അപ്പുറത്ത് താങ്കളൊരു അഴിമതിക്കാരനാണ്, താങ്കളെപ്പോലെ ആകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് സതീശൻ പറയുന്നു. ശരി, രണ്ടുപേരുടെയും വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അത് സ്പീക്കറുടെ ഒരു അധികാര പരിധിയിൽ വരുന്നതാണ്. സ്പീക്കർ എന്താ ചെയ്തതെന്നേ, സഭാ TV-യിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം എഡിറ്റ് ചെയ്തു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വാക്കുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നു, CM-ൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു വരി പറഞ്ഞാൽ മതി സ്പീക്കർ, ഒറ്റ വരി പറഞ്ഞാൽ മതി എന്നേ. അതായത് ഇത് പരിശോധിച്ച് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാൽ മതി. പരിശോധിച്ച് തീരുമാനിച്ചോളാം എന്ന് ചെയർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബഹളം ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് പറ്റില്ല. പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണല്ലോ. അതിനുശേഷം സ്പീക്കർ എന്ത് തീരുമാനം എടുത്തോട്ടെ, അവിടെ ആ പ്രശ്നം അവസാനിക്കുമായിരുന്നു. അവിടെയും തീർന്നില്ലല്ലോ സ്പീക്കറിൻ്റെ ഇടപെടൽ. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചില്ലേ? അത് സഭയുടെ ഡെക്കോറത്തിന് ചേരുന്നതല്ല. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ ചോദിച്ചുകൂടാ, ഏത് സാഹചര്യത്തിലും ചോദിച്ചുകൂടാ. പ്രതിപക്ഷ നേതാവിന് എന്തുകൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ ചോദിക്കാം. ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചു എന്ന് മാത്രവുമല്ല, നിങ്ങൾ മര്യാദയ്ക്ക് പോയിരുന്നില്ല എങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഒരു സഭാ മര്യാദയാണോ? അതൊരു സഭാ രീതിയാണോ? അതൊരു സ്പീക്കർ പറയാൻ പാടുണ്ടോ? മാത്രവുമല്ല, ഒരു മറുചോദ്യമുണ്ടല്ലോ, ഈ ഭരണപക്ഷത്തുനിന്ന് ബഹളമുണ്ടാക്കിയാൽ സ്പീക്കർ അങ്ങോട്ട് ചോദിക്കുമോ ആരാണ് മുഖ്യമന്ത്രി, ആരാണ് ഇവിടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമോ? ആരാണ് ഇവിടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കാൻ അധികാരമില്ലാത്തതുപോലെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കാനും അധികാരമില്ല. ഞാൻ ഈ പറയുന്ന ഒരു ലോക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ, തദ്ദേശ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സ്റ്റാർഡ് ഹോസ്റ്റിനൊക്കെ അൺസ്റ്റാർഡ് ആക്കിയത്. അതേ വിഷയത്തിലല്ലേ അടിയന്തര പ്രമേയം അനുവദിച്ചിരിക്കുന്നത്? അതേ വിഷയത്തിൽ അടിയന്തര പ്രമേയം അനുവദിക്കാം, എന്നാൽ അതൊന്നും സ്റ്റാർഡായിട്ട് സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന എല്ലാത്തൊരു യുക്തി ഈ കാര്യത്തിൽ സ്പീക്കർ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിലൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷത്തെ വെട്ടിലാക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ, ഈ വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഭാ നടപടികൾ നടക്കുന്നുണ്ട്. സഭാ നടപടികൾ കൃത്യമായി നടക്കുന്നുണ്ട്. സബ്മിഷൻ കൃത്യമായി നടന്നു. റിപ്പോർട്ട്, അത് കാര്യോപദേശക സമിതിയുടെ 14ാം റിപ്പോർട്ട് ആരാണ് സഭയിൽ വെച്ചത്? മുഖ്യമന്ത്രി സഭയിൽ വെച്ചു അല്ലേ? കോളിംഗ് അറ്റൻഷൻ നടന്നു.
തന്നു. അതേപോലെ ഒരു ബില്ലും അവതരിപ്പിച്ചു. ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ഈ പണിയെല്ലാം നടന്നു. അടുത്തതായിട്ട് ഒറ്റ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. റൂൾ 50 അനുസരിച്ച് അടിയന്തര പ്രമേയം വിളിക്കണം. അടിയന്തര പ്രമേയം വിളിക്കാൻ എന്താ തടസ്സമെന്നേ? അവിടെ എത്തുന്നതിന് മുമ്പ് സഭ പിരിയിരിക്കുന്നെന്നാണ് പ്രഖ്യാപിക്കുന്നത്. അടിയന്തര പ്രമേയം അനുവദിക്കാനായിട്ട് ഒരു വിളി അനുവാദം സ്പീക്കറിൽ നിന്നുണ്ടായില്ല. അടിയന്തര പ്രമേയത്തിന് റൂൾ 50 വെച്ചിട്ട് സ്പീക്കർ വിളിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് പോയിരിക്കാൻ നിർബന്ധിതമാവുമല്ലോ. അവരവിടെ പോയിരുന്നിട്ട് ഈ സംഭവം അവതരിപ്പിക്കേണ്ടി വരില്ല. കാരണം വെച്ചാൽ അവരുടെ ഉത്തരവാദിത്തമല്ലേ, അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയമല്ലേ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അടിയന്തര പ്രമേയം അനുവദിക്കാതിരിക്കുക എന്നുള്ളത്, അടിയന്തര പ്രമേയം അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം ഭരണപക്ഷത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് തുടക്കം മുതൽ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട്, അത് മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ട്, സ്പീക്കറും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ അടിയന്തര പ്രമേയം അനുവദിച്ചു. പക്ഷേ നിങ്ങൾ തന്നെ അത് മുടക്കി എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് തടിയൂരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇനി ഈ അടിയന്തര പ്രമേയം വന്നു എന്ന് വിചാരിക്കുക. അടിയന്തര പ്രമേയം വന്നാൽ എന്താണ് ഭരണപക്ഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഇന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത് റിയാസ് പുറത്തിറങ്ങി എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. റിയാസ് എന്താ പറഞ്ഞതെന്നറിയാവോ? മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ആരാണ്? ഞങ്ങളാണ് ഉണ്ടാക്കിയത്. മലപ്പുറം ജില്ല ഉണ്ടാക്കിയ ഞങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഈ പരാതി പറയുന്നത്. മലപ്പുറം ജില്ല ഉണ്ടാക്കിയത് ഒന്നാമത് CPM അല്ല. 1967 സപ്തകക്ഷി മുന്നണിയാണ് ഭരണത്തിൽ വന്നത്. 1969 മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നത്. ആ നിയമസഭാണ് മുഖ്യമന്ത്രി സമ്മതിച്ചു. പക്ഷേ അതൊരു സപ്തകക്ഷി മുന്നണിയാണ്. ആ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ആരാണെന്നറിയോ? ഒരു ഘടകകക്ഷി ആരാണെന്നറിയാവോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. എത്ര സീറ്റാണെന്നറിയാവോ? 15 സീറ്റെന്നേ. ആ ലീഗിന്റെ ആവശ്യമാണ് അത് ശക്തമായിട്ട്. പിന്നീട് പത്തനംതിട്ട ജില്ല ഉണ്ടാക്കിയില്ലേ? കെ കരുണാകരൻ ഉണ്ടാക്കിയത്. പത്തനംതിട്ട ജില്ല ഉണ്ടാക്കിയത് കെ നായരുടെ വലിയ സമരത്തിന്റെ ഫലമായിട്ടാണ് അത് ഉണ്ടായത്. പത്തനംതിട്ട ജില്ല ഉണ്ടായത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ജില്ലകളൊക്കെ രൂപീകരിക്കും. അത് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്വഭാവം അനുസരിച്ചാണ്. ഇപ്പം അൻവർ ആവശ്യപ്പെടുന്നില്ലേ 15ാമതൊരു ജില്ല വേണമെന്ന്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് അൻവറിന് മാത്രം ആവശ്യമില്ല, മുംബൈയിലുണ്ട്. മലപ്പുറം വളരെ വലിയൊരു എന്താ പറയുക പോപ്പുലേഷനുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആ ജില്ല വിഭജിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഭംഗിയായി നടത്താൻ കഴിയൂ എന്നൊക്കെയുള്ള വാദങ്ങൾ വേറെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അത് മാത്രമല്ല, ഈ എന്താ പറഞ്ഞത്, ഭീരുവാണ് പ്രതിപക്ഷ നേതാവ്, സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകേണ്ടി വരും, ആംബുലൻസ് പുറത്ത് നിർത്തേണ്ടി വരും എന്നൊക്കെയാണ്. ഇതൊന്നുമല്ലെന്ന് ഇതിൻ്റെ മറുപടി ഇത്തരം പരിഹാസ വാക്കുകളല്ല. ഇനി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് സഭയിൽ? ഗുരുജി ഗോൾവാക്കറിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ പോയി ഇരുന്ന് വിളക്ക് കത്തിച്ചവരല്ലേ എന്നാണ്. ഈ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ കാര്യങ്ങൾക്കൊക്കെ ശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. EP ജയരാജൻ എന്ന് പറഞ്ഞ LDF കൺവീനറെ ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തെരഞ്ഞെടുപ്പിന്റെ ദിവസം വെളിപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാ ഗോൾവാക്കറിന്റെ മുമ്പിൽ പോയിട്ട് വിളക്ക് കത്തിച്ചു എന്നുള്ള കാര്യം. പൂരം കലക്കി ഒരു ADGP എന്നുള്ള ആരോപണം നേരിടുന്നു. ആ ADGP സംരക്ഷിക്കപ്പെടുന്നു, CPM-ഉം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ചേർന്ന് സംരക്ഷിക്കുന്നെന്ന് ആരോപണം നേരിടുന്നു. ആ പൂരം കലക്കലിന്റെ ഭാഗമായി BJP ജയിച്ചു എന്ന ആരോപണം നേരിടുന്നു. അപ്പോൾ ഗോൾവാക്കറിന്റെ പ്രതിമയുടെ വാതിൽക്ക് പോയി നിന്നെന്നോ ഈ പറയുന്ന RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നെന്നോ ഒന്നും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ പുതിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് അടിയന്തര പ്രമേയം വരാതിരിക്കുക എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം വന്നേ പറ്റുള്ളൂ. അടിയന്തര പ്രമേയം ആ കാര്യത്തിൽ പ്രതിപക്ഷം സംയമനം പാലിച്ച് അടിയന്തര പ്രമേയത്തിലേക്ക് പോകണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ പറയുന്ന ഒരു കുഴിച്ച കുഴിയുണ്ടല്ലോ, ആ കുഴിച്ച കുഴിയിൽ വീഴാതെ ശ്രദ്ധയോടുകൂടി നിന്ന് ഈ അടിയന്തര പ്രമേയത്തിലേക്ക് പോകേണ്ടിയിരുന്നു. അതിനുള്ള സംയമനം കാണിക്കേണ്ടതായിരുന്നു പ്രതിപക്ഷം. അവിടെ ഒരു വീഴ്ച പ്രതിപക്ഷത്തിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അപഖ്യാതിപരമായ കാര്യങ്ങൾ പറയുകയും അത് എക്സ്പെൻഡ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിനൊരു സഭയെ തുടരാൻ അനുവദിക്കാൻ കഴിയില്ല. അതൊരു ഫ്ലോർ സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ്. അത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവരുടെ നേതാവാണ് സഭയിലെ. ആ നേതാവിൻ്റെ മാത്രം എക്സ്പെൻഡ് ചെയ്യില്ല, ഇപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ എക്സ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറയുന്ന ഏകപക്ഷീയമായ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നിപ്പോൾ സഭയുടെ നിലവാരം മോശമായി പോയി എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. സഭയിൽ ജനാധിപത്യപരമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രതിപക്ഷത്തിനു കൂടിയുള്ളതാണെന്നും ഭരണപക്ഷം ഏകപക്ഷീയമായി അതിൻ്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തരുത്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നതുകൊണ്ടും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ ഭരണപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയില്ല. അവർ നടത്തിയ ഒരു തന്ത്രപരമായ നീക്കത്തിൽ പ്രതിപക്ഷം വീണു എന്നാണ് എൻ്റെ അഭിപ്രായം. നിലവാരം കളഞ്ഞോ എന്നാണ് ചോദ്യം. സ്മൃതി, നിലവാരം കളഞ്ഞിട്ടുണ്ട്. ഭരണപക്ഷത്തിന്റെ പ്രകോപനത്തിൽ പ്രതിപക്ഷം വീണുപോയി. ആ പ്രകോപനം ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിൽ അതിവൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനും ഒരു അബദ്ധം പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, സ്റ്റാർ ക്വസ്റ്റ്യൻസിനെ അൺസ്റ്റാർഡ് ആക്കിയതിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഈ 49 ചോദ്യങ്ങൾ, അതിൽ വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്തുകൂടാത്തതാണ്. പക്ഷേ പിണറായി സർക്കാർ വന്ന ശേഷം സ്ഥിരമായി ഇങ്ങനെ സ്റ്റാർ ക്വസ്റ്റ്യൻസിനെ അൺസ്റ്റാർ ആക്കുന്ന
നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണമാണ്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ നവകേരള സദസ്സിൽ എത്ര സ്കൂളുകളുടെ മതിലിടിഞ്ഞു എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് AP അനിൽകുമാറാണ് ചോദിച്ചത്. അത് ശേഖരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അത് അൺസ്റ്റാർഡ് ആക്കിയതിനു ശേഷം പറയുന്നതാണ് ശേഖരിച്ചു വരുന്നു. ആ സഭാ സെഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിലൊക്കെ കൃത്യമായി മറുപടി നൽകേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ 3 സമ്മേളനത്തിലും അങ്ങനെ മറുപടി നൽകിയിട്ടില്ല. മറുപടി നൽകാത്ത ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. അൺസ്റ്റാർഡായ ക്വസ്റ്റ്യൻസ് ആയാലും സഭാ സമ്മേളനം മുമ്പ് തന്നെ കൊടുക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. ഇനി എല്ലാം സ്റ്റാർഡായി കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റാർഡായി തന്നെ ചോദിക്കാൻ പറ്റണമെന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെ അൺസ്റ്റാർഡ് ആക്കുന്നതിലാണ് രാഷ്ട്രീയം ഉണ്ടാകുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട് ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം അത് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ടി വരുന്നു എന്നിടത്ത് അത് തടയുകയാണ്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഒഴിവാക്കിയാണ് സ്പീക്കർ ചെയ്തു കൊടുക്കുന്നത്. അവിടെ തന്നെ വിവേചനം ആരംഭിക്കുകയാണ്. അതേസമയം PV അൻവറുമായി ബന്ധപ്പെട്ട് PV അൻവർ ഇപ്പോൾ പിണങ്ങിയില്ലായിരുന്നെങ്കിൽ ആ ചോദ്യം ഉൾപ്പെടുത്തില്ലായിരുന്നു, അൺസ്റ്റാർഡ് ആയനെ. PV അൻവറുമായി ബന്ധപ്പെട്ട് ഫോൺ ചോർത്തൽ വിവാദം അത് സ്റ്റാർ ക്വസ്റ്റ്യനായി ചേർത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായ രാഷ്ട്രീയം ആ ചോദ്യങ്ങൾ വയ്ക്കുന്ന കാര്യത്തിൽ തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷം മുന്നോട്ട് വെച്ച വിഷയം എന്നുള്ളതാണ്. അതിനുശേഷം സഭയിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. മുഖ്യമന്ത്രി ഏത് രൂപത്തിലാണ് സംസാരിച്ചത്? അത് പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ അവമതിച്ച് സംസാരിക്കുമ്പോൾ കാപട്യത്തിൻ്റെ മൂർത്തി രൂപം എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു അർത്ഥം വേണ്ടേ? വെറുതെ ചില വാചകങ്ങൾ പറഞ്ഞു പോകുകയെന്നല്ല. എന്തർത്ഥത്തിലാണ് അത് പറയുന്നത്? ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ കാപട്യത്തിൻ്റെ മൂർത്തിഭാവം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത് കൂടി അദ്ദേഹം വിശദീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള വിശദീകരണത്തിലേക്ക് കടന്നിട്ടില്ല. നിലവാരത്തെക്കുറിച്ച് പറയുന്നു. തിരിച്ചും അതേ നാണയത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നു. അവിടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ മറുപടി പറയുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ട ആ ചോദ്യം ഉന്നയിക്കപ്പെടാനുള്ള സാഹചര്യം ബുദ്ധിപൂർവ്വം ഭരണപക്ഷം ഒഴിവാക്കിയാണ് ചെയ്തിരിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കാകുമോ? നോക്കൂ, ഈ മണിക്കൂർ ഇത്രയായിട്ടും ADGP RSS കൂടിക്കാഴ്ചയിൽ നടപടിക്ക് ശേഷം ഭരണപരമായ നടപടിക്ക് ശേഷം ഒരു രാഷ്ട്രീയ നിലപാട് അറിയിക്കുമെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ഈ സമയമായിട്ടും അറിയിച്ചിട്ടുണ്ടോ? ആ ഉത്തരവിൽ എവിടെയെങ്കിലും എന്തിനാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്? എന്തിനാണ് ആ ട്രാൻസ്ഫർ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിൽ ഉത്തരവിലുമില്ല, പിന്നീടുള്ള റിപ്പോർട്ടിലുമില്ല. അപ്പോൾ ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ഇന്നേ ദിവസം തന്നെയാണല്ലോ നമുക്ക് വാർത്ത വരുന്നത്, മഞ്ചേശ്വരം കോഴക്കേസിൽ അവിടെ പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച പറ്റിയെന്ന ആ ഉത്തരവ്, കോടതി വിധി, കെ സുരേന്ദ്രൻ അനുകൂലമായി വന്ന വിധി, എന്തുകൊണ്ട് അങ്ങനെ വിധി എഴുതുന്നു എന്ന് കോടതി പറയുന്നത്? അതിന് ഉത്തരമുണ്ടോ? ഇപ്പോൾ RSS ADGP കൂടിക്കാഴ്ച അവിശുദ്ധ ബന്ധമാണ് എന്ന് പറയുന്നിടത്താണ് ഇവിടെ BJP നേതാവ് കേസിൽ നിന്ന് തലയൂരുന്നത്. ഇതൊക്കെ ഇവിടെ ജനം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, സഭയിൽ ഉയരേണ്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. ഈ തരത്തിൽ ബഹളം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൂടി കുഴിയിൽ ചാടിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. നാളെയും സഭയിൽ ഇതേ വിഷയങ്ങൾ തന്നെ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി തന്ത്രപരമായി മുന്നോട്ട് നീങ്ങിയാൽ നന്നാകും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നോക്കൂ, സർക്കാരിനെ പ്രതിരോധത്തിൽ ഇപ്പോഴും ആ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് ആ പരാമർശം ആ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി അവിടെ അവസാനിപ്പിക്കുകയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് CPM. അതെങ്ങനെയാണ് അവിടെ തീരുക? അതിന്മേൽ ആരാണത് ചേർത്തത് എന്ന ചോദ്യം വരുന്നേയില്ല. ആ ചോദ്യം പുറത്തുനിന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ചോദ്യം അവിടെ അവസാനിക്കുകയാണെന്നാണ് പാർട്ടിയും പറയുന്നത്, സർക്കാരും പറയുന്നത്. അതെങ്ങനെയാണ് ദഹിക്കുക? ആ വിഷയം ഉയരുക തന്നെ ചെയ്യും. ഇതിനിടയ്ക്കാണ് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി KT ജലീൽ ഇപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം വിഭാഗം തന്നെയാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത്, അതിനെ CPM അനുകൂലിക്കുന്നില്ല എന്നൊക്കെ ഇന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. പക്ഷേ CPM-നെ ഒന്നുകൂടി മലബാറിൽ ഒന്നുകൂടി പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ, CPM-നെ പ്രശ്നമാക്കുന്ന രീതിയിൽ തന്നെയാണ് KT ജലീൽ പറയുന്നത്. മുസ്ലിം വിഭാഗക്കാരാണ് സ്വർണ്ണക്കടത്തിന് പോകുന്നതെന്നും അതിൽ മതവിധി പുറപ്പെടുവിക്കണമെന്നും പറയുകയാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന KT ജലീൽ. ഇതിനെ തിരുത്തുകയോ അതിന്മേലൊരു പ്രതികരണം നടത്തുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ലീഗ് നേതാക്കൾക്ക് എന്ത് ബന്ധമെന്ന് പരിശോധിച്ചു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ബന്ധമുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ സഭയിൽ മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കിയതിനെ കുറിച്ച് സ്പീക്കറുടെ ഭാഗത്തുനിന്നും കൃത്യമായ മറുപടിയില്ല. അങ്ങനെ ഒരു വിവേചനമില്ല എന്ന് പറയുന്നൊരു മറുപടിയല്ല, വിവേചനമുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അതിൽ കൃത്യമായ മറുപടി എന്തുകൊണ്ട് അത് അൺസ്റ്റാർഡ് ആക്കി എന്ന് പറയേണ്ടതുണ്ട്. അതിൽ വ്യക്തത കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചത് അവിടെ മാത്യു കോളനാടനിലേക്ക് വന്ന സമയത്ത്, ബഹളമുണ്ടാക്കിയ സമയത്ത് നിങ്ങളാണോ എന്ന മട്ടിൽ പരിഹസിച്ച് ചോദിച്ചതായിരിക്കാം. അത് പ്രതിപക്ഷ നേതാവ് തെറ്റായി ധരിച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊഴിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കുകയും മുഖ്യമന്ത്രിയും
MP രാജേഷും പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖയിൽ ചേർത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സഭാ TV-യിലും സെൻസറിംഗ് നടത്തിക്കൊണ്ട് കാര്യങ്ങൾ പുറത്തുവിടുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ അത് പുറത്തുവിടാതിരിക്കുന്നു എന്നുള്ളതും പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ആരോപണമാണ്. സഭാ TV-യിൽ ഈ സെൻസറിംഗ് കൃത്യമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ BJP സർക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ CPM ഉന്നയിക്കുന്ന അതേ ആരോപണങ്ങൾ അതേ രീതിയിൽ എങ്ങനെയാണ് സഭയിൽ ഇവിടെ നടത്താനാവുക? ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. ആ ചോദ്യങ്ങൾ എന്നുള്ളത് ജനത്തിന്റെ ചോദ്യങ്ങളാണ്. അതിനുള്ള മറുപടി ഭരണപക്ഷം തന്നേ തീരൂ. റൈറ്റ്, തീർച്ചയായിട്ടും നിലവാരം കളഞ്ഞോ എന്ന ചോദ്യത്തിന് നിലവാരം കളഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വസ്തുതകളിലേക്ക് എത്തിയാൽ, ഇന്ന് MN കൗളിനെയും SL ഷാക്ടറിനെയും ഉദ്ധരിച്ചുകൊണ്ടാണ് സ്പീക്കർ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളായി എന്തുകൊണ്ട് നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ എന്ന രൂപത്തിൽ പ്രതിപക്ഷം നൽകിയ 49 ചോദ്യങ്ങൾ തരം മാറ്റിയത് എന്നതിലൊരു വിശദീകരണമാണ് നൽകാൻ ശ്രമിച്ചത്. പക്ഷേ ആ വിശദീകരണം ദയനീയമായി പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് കൗളിനെ അറിയാമല്ലോ, കൗൾ ആദ്യത്തെ ലോക്സഭാ സെക്രട്ടറി ജനറലാണ്, ഷാക്ടർ രണ്ടാമത്തെ സെക്രട്ടറി ജനറലാണ്. ഇവർ വളരെ കൃത്യമായി തന്നെ ഈ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിനെ കുറിച്ച് ആധികാരികമായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പാർലമെന്ററി പ്രൊസീജിയറിനെ കുറിച്ച് അധികായന്മാരാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർലമെന്ററി ജനാധിപത്യത്തിന് അന്തസ്സത്ത എന്ന് പറയുന്നത് നിർഭയമായി എല്ലാ അംഗങ്ങൾക്കും സംവദിക്കാൻ ഇടം നൽകുന്ന ഒരു ഇടമായിട്ടത് മാറണം എന്നുള്ളതാണ് ഈ കൗളിൻ്റെയും ഷാക്ടറിൻ്റെയും പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി തന്നെ പറയുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ സ്പീക്കർ വിശദീകരിക്കാൻ ശ്രമിച്ചത് സ്പീക്കറുടെ തന്നെ കയ്യിലുള്ള കേരള ലെജിസ്ലേച്ചറിൻ്റെ തന്നെ റൂൾ ബുക്ക് ഉണ്ടല്ലോ, ആ റൂൾ ബുക്കിൻ്റെ 38 പ്രകാരമാണ് ചോദ്യം അനുവദിക്കാമോ അനുവദിക്കാൻ പാടില്ല അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സ്പീക്കറാണ്. ശരിയാണ്, സ്പീക്കറിന് ഒരു ചോദ്യം സഭയിൽ അനുവദിക്കണമോ അനുവദിക്കാൻ പാടില്ലേ എന്നതിലൊരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. പക്ഷേ ഡിസ്ക്രിഷണറി പവർ ഉണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ചോദ്യങ്ങൾ അനുവദിക്കാതിരിക്കുന്നതോ നക്ഷത്രചിഹ്നമിട്ട ചോദ്യത്തെ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യമായി തരം മാറ്റാനോ അദ്ദേഹത്തിന് ഏകാധിപത്യപരമായ സ്വേച്ഛാപരമായിട്ടുള്ളൊരു അവകാശമില്ല എന്നുള്ളതാണ്. വിവേചനപരം സ്വേച്ഛാപരമാകരുത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഇവിടെ എന്താണ് വിവേചനപരം? അതും ഈ റൂൾ ബുക്കിൽ തന്നെ പറയുന്നുണ്ടല്ലോ. 30ാമത്തെ സെക്ഷനിൽ ചട്ടം 30-ൽ പറയുന്നുണ്ട് എന്താണ് ഈ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളും നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളും. ഏതൊക്കെ ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നമിടാൻ പാടില്ല? അതിലൊന്ന് വലിയ സ്ഥിതിവിവര കണക്കുകൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങൾ നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളായി വരരുത്. ഏതെങ്കിലും തരത്തിൽ സഭയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായി ഒരു രേഖാമൂലം വെക്കേണ്ട ഒരു റിപ്പോർട്ടായി വരേണ്ട കാര്യങ്ങൾ ഒരിക്കലും സ്റ്റാർഡ് ക്വസ്റ്റ്യൻസായി വരരുത്. കാര്യം സാങ്കേതികമായ ഇതിന് ദൈർഘ്യം കൂടുമെന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്നാണ് തദ്ദേശീയമായ വിഷയങ്ങൾ വരാൻ പാടില്ല. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിച്ചു. വ്യക്തിപരമായ ആരോപണങ്ങളോ വ്യക്തിപരമായ ഏതെങ്കിലും വിഷയങ്ങളോ ഉണ്ടാവുന്നതും സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗമായി വരാൻ പാടില്ല. നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ വന്നാൽ എന്താ പ്രശ്നം? നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ വന്നാൽ 1 വാക്കാൽ മന്ത്രി മറുപടി നൽകണം, 2 അതിന് ഉപചോദ്യങ്ങളുണ്ടാവും, സപ്ലിമെൻ്ററി ചോദ്യങ്ങളുണ്ടാവും. നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാണെങ്കിലോ രേഖാമൂലം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. പലപ്പോഴും കൊടുക്കുന്ന രേഖാമൂലമുള്ള മറുപടി നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി മാത്രമായിരിക്കും. വിവരമാകണമെന്ന് നിർബന്ധമില്ല. മറുപടി കൊടുക്കും, വിവരം കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മാത്രമല്ല അതിൽ ഉപചോദ്യങ്ങൾ ഉണ്ടാകുകയുമില്ല. 49 ചോദ്യങ്ങളും കേരളത്തെ മൊത്തം ബാധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് എന്നിരിക്കെ ഈ ചട്ടം 30 പ്രകാരം തദ്ദേശീയമല്ലാത്ത വ്യക്തിപരമല്ലാത്ത സ്ഥിതിവിവര കണക്കുകളല്ലാത്ത രേഖാമൂലം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കേണ്ടാത്ത ചോദ്യങ്ങളാണ് ഈ 49 എന്നിരിക്കെ അത് സ്വേച്ഛാപരമായിട്ടാണ് സ്പീക്കർ ഒരു തീരുമാനമെടുത്തത്. ആ സ്വേച്ഛാപരമായ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനം എന്ന നിലയിലാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. കാരണം ഭരണപക്ഷം എപ്പോഴൊക്കെ രാഷ്ട്രീയമായി പ്രതിസന്ധിയിലാകുന്നുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം എല്ലാ കാലത്തും UDF-ൻ്റെ കാലത്തടക്കം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഇതേപോലെ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല ചോദ്യങ്ങളും സഭയിൽ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിവെക്കുന്ന രീതിയുണ്ട്. ഇത് രാഷ്ട്രീയമായി ഭരണപക്ഷത്തെ സഹായിക്കാൻ വേണ്ടി പൊളിറ്റിക്കലായി സ്പീക്കർ എടുക്കുന്നൊരു തീരുമാനമാണ്. അപ്പോൾ നോൺ പാർട്ടിസാനായി തീരുമാനമെടുക്കേണ്ട സ്പീക്കർ രാഷ്ട്രീയമായ മനസ്സ് അപ്ലൈ ചെയ്തുകൊണ്ടെടുത്തൊരു തീരുമാനം എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വേച്ഛാപരമായ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നമുക്ക് വളരെ എളുപ്പം മനസ്സിലാവും. എന്താണ് അതിൻ്റെ കുഴപ്പം സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ ഭരണപക്ഷം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ ചോദ്യങ്ങളല്ലേ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഉന്നയിക്കാമായിരുന്നത്? നിങ്ങൾ ചോദ്യോത്തരവേളയിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടിയന്തര പ്രമേയത്തിൽ 2 മണിക്കൂർ ചർച്ചയിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം മുഴുവൻ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിങ്ങൾക്ക് സംസാരിക്കാം,
പക്ഷേ നിങ്ങൾക്ക് മറുപടി ആവശ്യപ്പെടാനും മറുപടിയിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനും കഴിയില്ല. നിങ്ങൾ സംസാരിച്ചു പോകുന്നതിന് കൃത്യമായ മറുപടി മറുപക്ഷത്ത് നിന്നുണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്പെസിഫിക് ആയ ചോദ്യം, സ്പെസിഫിക് ആയ ഉത്തരം, അത് ഭരണപക്ഷത്ത് നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്പീക്കർ ആ നിലയിൽ സ്വേച്ഛാപരമായ രാഷ്ട്രീയമായ മനസ്സോടുകൂടി പ്രവർത്തിച്ചു എന്നാണ് ഈ ചോദ്യങ്ങൾ തരംതിരിച്ചതുമായുള്ള എൻ്റെ വിലയിരുത്തൽ. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നിപ്പോൾ സഭയിൽ പരസ്പരം കൊമ്പുകോർത്തല്ലോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും. തീർച്ചയായിട്ടും ഈ മൂന്ന് പേരും പരിധികൾ ലംഘിച്ചു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നിലവാരമില്ലാത്തയാളാണ്, അദ്ദേഹത്തിന് അഹന്തയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ആവർത്തിച്ചത്. കാപട്യത്തിൻ്റെ മൂർത്തീകരണമാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു. തിരിച്ച് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിക്കുന്നു. മുഖ്യമന്ത്രി, ഞാൻ പ്രാർത്ഥിക്കുന്നയാളാണ്, എൻ്റെ പ്രാർത്ഥനയിൽ ഒരു അഴിമതിക്കാരനെ പോലെ, മുഖ്യമന്ത്രിയെ പോലെ ഒരു അഴിമതിക്കാരനും ഒരാളായി തീരരുത് എന്ന് പറയുന്നതും ശരിയല്ല. രണ്ടും ആ അർത്ഥത്തിൽ പരിധി വിട്ടുപോയി എന്ന് തന്നെ പറയാം. അതേപോലെയാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്നും. നിങ്ങൾ ആരാണിതിൽ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ മുഴുവൻ ഓരോ നിയമസഭാ കക്ഷിക്കും അതിൻ്റെതായിട്ടുള്ളൊരു വിപ്പുണ്ടാവുമല്ലോ. ആ വിപ്പാണ് തീരുമാനിക്കുന്നത്. സഭയിൽ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറണം എന്ന് തീരുമാനിക്കുന്നതാണ്. എങ്കിൽ വിപ്പ് എവിടെ എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ഇത് അങ്ങനെയല്ല ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടാവും. അത് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും ഒരു വലിയ സഭയുടെ നിലവാരം കുറഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യത്തിൽ അതിൽ തീർച്ചയായും പറയേണ്ടത്, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് സമയം നിശ്ചയിച്ച് നൽകി 12 മണി. നോക്കൂ, ഈ സഭ പിരിയുന്നത് എപ്പോഴാണ്? 11 മണിയാകുമ്പോൾ സഭ പിരിയേണ്ടി വരുന്നു. ആ 11 മണിക്ക് സഭ പിരിയേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയുണ്ടാക്കി? ഈ വെല്ലിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ ഇടിച്ചുകുത്തി വരുന്നു. ഇടിച്ചുകുത്തി വരാൻ ഒരു കാരണമുണ്ട്. അതാണ് ഈ എക്സ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ AP അനിൽകുമാറാണ് ഒരു കത്ത് കൊടുത്തിരിക്കുന്നത്. ആ കത്ത് പക്ഷേ സ്പീക്കർ തള്ളിക്കളഞ്ഞു. അതിനെ തുടർന്നാണ് ഈ എക്സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷേ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായൊരു വിഷയം, ഇന്ന് ഭരണപക്ഷത്തെയും ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിർത്താവുന്ന വിഷയം, കേരളമെമ്പാടും ചർച്ച ചെയ്യുമായിരുന്ന മലപ്പുറം വിഷയം, എല്ലാ ചാനലുകളിലൂടെയും ലൈവായി അടിയന്തര പ്രമേയം തത്സമയം 2 മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്യുമായിരുന്ന വിഷയം, സഭാ TV ഒരുപക്ഷെ ഇടപെടാതിരിക്കുമായിരുന്നൊരു വിഷയം, അത് ഭരണപക്ഷം അംഗീകരിച്ചിട്ടും ചർച്ച ചെയ്യാനുള്ള ഒരു സുവർണ അവസരം നിർഭാഗ്യവശാൽ പ്രതിപക്ഷം പാഴാക്കി കളഞ്ഞു. എങ്ങനെ പാഴാക്കി? മാത്യു കുഴൽനാടൻ എവിടേക്കാണ് ഓടിക്കേറിയത്? മാത്യു കുഴൽനാടൻ വെല്ലിലേക്ക് മാത്രമല്ല ഡയസിലേക്ക് ഓടിക്കേറി, സ്പീക്കറുടെ ഡയസിലേക്ക് ഓടിക്കേറി വാച്ച് ആൻഡ് വാർഡ് തടയുന്ന അവസ്ഥയുണ്ടായി. അവിടെ നമ്മൾ നോക്കിയപ്പോൾ കോവളം MLA ഉണ്ട്, അൻവർ സാദത്തുണ്ട്. ഇവരെല്ലാവരും സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന രീതിയിലേക്ക് വന്നു. മാത്രമല്ല സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് വലിയ രീതിയിലൊരു ബാനർ പിടിക്കുന്നത് കണ്ടു. അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. സ്പീക്കറുടെ മുഖം മറച്ചാൽ, നിങ്ങൾ ചെയറിനെ മറച്ചാൽ, അറിയാമല്ലോ, ഒരു പ്ലക്കാർഡ് പോലും ഉയർത്തിപ്പിടിക്കരുത് എന്നാണല്ലോ സഭയിലെ ചട്ടം. നമ്മൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും, കാരണം സ്പീക്കറുടെ കണ്ണുകൾ, സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ ഒന്നും പാടില്ല. ഇരുന്നിട്ടും പ്രതിപക്ഷം അത് ചെയ്തു. ആ ഘട്ടത്തിലാണ് സബ്മിഷൻ ഉന്നയിച്ചിട്ടും ശ്രദ്ധ ക്ഷണിക്കൽ ഉന്നയിച്ചിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടും വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കിയത്. കാരണം 12 മണിക്കാണ് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി കൊടുത്തിരിക്കുന്നത്. ആ സമയം അത് ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു സംയമനം പ്രതിപക്ഷം കാട്ടിയിരുന്നുവെങ്കിൽ, ആ പ്രതിഷേധത്തിന് ശേഷം വെല്ലിൽ വരെ ഇറങ്ങി, നടുത്തുളം വരെ ഇറങ്ങി, നടുത്തുളത്തിൽ നിന്ന് ആ പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ച് അവർ സീറ്റുകളിലേക്ക് മടങ്ങിപ്പോയിരുന്നെങ്കിൽ, ഇതേപോലെ ബാനർ കൊണ്ട് സ്പീക്കറുടെ മുഖത്ത് മറയ്ക്കാതിരുന്നുവെങ്കിൽ, മാത്യു കുഴൽനാടൻ ഡൈസിലേക്ക് പോകാതിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് കേരളം ചർച്ച ചെയ്യുമായിരുന്നത് ആ വിഷയം ഏത് വിഷയമായിരുന്നു? മലപ്പുറം പരാമർശമായിരുന്നു. പക്ഷേ ആ വിഷയത്തിലുള്ളൊരു പ്രതിപക്ഷത്തു നിന്ന് സംഭവിച്ചു എന്ന് ഇപ്പോൾ ഭരണപക്ഷം ട്രോളുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അമാന ഗ്രൂപ്പിൻ്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഏതെങ്കിലും ഭരണപക്ഷത്തുള്ള MLA മാർ കുടുങ്ങാൻ സാധ്യതയുണ്ടോ? ഭരണപക്ഷത്തെ ശ്രദ്ധേയമായ ഒരു കക്ഷിയിലെ അംഗങ്ങൾ, ആദരണീയരായിട്ടുള്ള നേതാക്കൾ ഈ കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയിലെ ഒരു കക്ഷിയുടെ നേതാവ് തന്നെ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിലെ ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ സഭയിൽ വരാനുള്ള സാധ്യത, അത് സ്വാഭാവികമായും പ്രതിപക്ഷവും ഭയന്നിട്ടുണ്ടാവാം എന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം പ്രതിപക്ഷം ഒരുക്കിക്കൊടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിൻ്റെ പ്രകോപനത്തിൽ പ്രതിപക്ഷം വീണുപോയി. പ്രതിപക്ഷം വീഴാൻ പാടില്ലായിരുന്നു. സംയമനത്തോടുകൂടി മലപ്പുറം വിഷയത്തിൽ എന്തെങ്കിലും ഒരു തരം ആത്മാർത്ഥത പ്രതിപക്ഷത്തിനുണ്ടായിരുന്നെങ്കിൽ ആ പ്രതിഷേധം നടുത്തളത്തിൽ വെച്ച് അവസാനിപ്പിച്ച് സീറ്റുകളിലേക്ക് പോവുകയും അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച വരുന്ന സമയത്ത് സർക്കാരിനെതിരെ ആവനാഴിയിലെ ആയുധങ്ങൾ പ്രയോഗിച്ച് ആഞ്ഞടിക്കുകയുമാണ് വേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷം അമ്പേ പരാജയപ്പെട്ടു. ആ ഘട്ടത്തിൽ ആ തന്ത്രത്തിൽ ഭരണപക്ഷം ഒരുക്കിയ
വാരിക്കുഴിയിൽ പ്രതിപക്ഷം വീണുപോയി എന്ന് തന്നെയാണ് എൻ്റെ ടേക്കും. അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ ഇന്ന് സഭയിൽ നമ്മൾ കണ്ടത് നിലവാരം കളഞ്ഞു കുളിച്ചിരിക്കുന്ന നിയമസഭാ നടപടിക്രമങ്ങളാണ് ഇന്ന് സഭയിൽ നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. നിലവാരം കളഞ്ഞു എന്ന് ചോദിച്ചാൽ നിലവാരം കളഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം 49 സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ എഴുതി കൊടുത്തത്. അതിൻ്റെ അകത്ത് 49 എണ്ണവും അൺസ്റ്റാർഡാക്കി മാറ്റി. ആ അൺസ്റ്റാർഡാക്കിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ADGP RSS കൂടിക്കാഴ്ച, തൃശ്ശൂർ പൂരം കലക്കൽ, പോലീസിലെ വർഗീയ ശക്തികൾക്ക് ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ചോദ്യം, കാഫിർ പ്രയോഗം, ഇങ്ങനെ വരുന്ന 49 കാര്യങ്ങളാണ്, 49 ക്വസ്റ്റ്യൻസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ 49 ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ ഈ നിയമസഭയിൽ വരികയും മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ മറുപടി പറയണമായിരുന്നു. ഈ 49 ക്വസ്റ്റ്യൻസിന് ഉപചോദ്യം ചോദിക്കാൻ പറ്റുമായിരുന്നു. ഈ പറഞ്ഞ സംവിധാനമാണ് സർക്കാർ, ഈ പറഞ്ഞ പ്രതിപക്ഷം ഈ നിയമസഭാ സെക്ഷനിൽ പ്രയോഗിക്കാൻ വെച്ചിരുന്ന അവരെ തുറുപ്പ് ചീട്ട്. ആ തുറുപ്പ് ചീട്ട് ഒറ്റയടിക്ക് വെട്ടുകയാണ് ചെയ്തത്. ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ അടിയന്തര പ്രമേയത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ഉപചോദ്യത്തിന് പ്രസക്തിയില്ല. ഈ പറയുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം സ്റ്റാർഡ് ക്വസ്റ്റ്യൻസിലെല്ലാം ഉപചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പം മുഖ്യമന്ത്രി പറയുന്ന ഓരോ ചോദ്യത്തിനും ഓരോ പാരഗ്രാഫ് വെച്ച് തിരിച്ച് മറുപടി പറയുകയും അതിന് ചോദ്യം ചോദിക്കുകയും ഇവരെ വെള്ളം കുടിപ്പിക്കാൻ പറ്റിയ 49 ക്വസ്റ്റ്യൻസിനെയാണ് ഇവർ ഈ പറയുന്ന സ്പീക്കർ ഒറ്റയടി. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഈ നിയമസഭാ സമ്മേളനത്തിൽ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചിരുന്നത് ആ ഉദ്ദേശ സംവിധാനത്തെ മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം ചോദിക്കാനുള്ള ആ പറയുന്ന പ്രസക്തിനെ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കും. ഞാൻ ചോദിക്കട്ടെ, ADGP RSSുമായി കൂടിക്കാഴ്ച ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതാണോ? അല്ലേ? അതുപോലെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണോ? ഒരിക്കലും അല്ലല്ലോ. ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണ്ടേ? കാഫി പ്രയോഗം കഴിഞ്ഞ ഇലക്ഷനിൽ എത്ര ചർച്ച ചെയ്ത കാര്യങ്ങളാണ്, ആ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ വർഗീയ നിലപാടുമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ PV Anwar അടക്കമുള്ള ഈ പറഞ്ഞ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തന്നെ ഈ പറയുന്ന പോലീസിലെ വർഗീയവൽക്കരണമല്ലേ? ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടതല്ലേ? ഈ കാര്യങ്ങളൊന്നും നിയമസഭയിൽ മറുപടി പറയണ്ടേ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിയമസഭയിൽ. അപ്പം ഈ എഴുതി കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ സ്റ്റാർഡും അൺസ്റ്റാർഡും സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം അൺസ്റ്റാർഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിപക്ഷത്തിന് എന്താ റോള്? കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിന് പിന്നെ റോളില്ല. ഈ പറഞ്ഞ ചർച്ചകൾ നടത്തണ്ട എന്ന് തീരുമാനിച്ചാൽ ഇതിൽ പറയുന്ന എല്ലാം ഇനി മറുപടി എഴുതി വെച്ചാൽ മതി. എഴുതി വെക്കുന്ന മറുപടി എന്തെങ്കിലും പുറത്തു വരും, ഏതെങ്കിലും സമയത്ത് പുറത്തു വരും. ഈ പറഞ്ഞ RSSുമായി ബന്ധപ്പെട്ട കാഴ്ചയാണെങ്കിലും തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയ കാര്യത്തിൻ്റെ അകത്ത് ഈ നിയമസഭയിൽ ചർച്ചയില്ലാന്നേ. ഇപ്പം നിങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ ഈ മലപ്പുറം പരാമർശം. ഞാനീ പറയുന്ന മലപ്പുറം പരാമർശത്തിനേക്കാളും ഗുരുതരമായ 49 ക്വസ്റ്റ്യനാണ് വെട്ടിയത് ഈ പറയുന്ന നിയമസഭ. അതിന് ആ ക്വസ്റ്റ്യൻസിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് വന്ന് കഴിയുമ്പോൾ അടിയന്തര പ്രമേയം സാധ്യമല്ല കേട്ടോ. അതാണ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അടിയന്തര പ്രമേയം. കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇവരുടെ ഈ വർഷത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഉത്തരിക്കാൻ വെച്ചിരുന്ന എല്ലാ സംവിധാനവും വെട്ടീനെ. ഇനി അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഈ നിയമസഭയിൽ ഇനി അങ്ങനെ പെർഫോം ചെയ്യാൻ അടിയന്തര പ്രമേയത്തിന് മറുപടി ഉപചോദ്യമില്ലല്ലോ എന്നേ. ഇപ്പം ഉണ്ണി ബാലകൃഷ്ണൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അതിൻ്റെ അകത്തൊരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവർ പറയുന്നതെല്ലാം DGP കൂടെ നാട്ടുകാരെ മുഴുവൻ കാണിക്കുക എന്നുള്ളത് മാത്രമേ പ്രത്യേകതയുള്ളൂ. അപ്പോൾ അവരവിടെ വിജയിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പ്രതിപക്ഷം പരാജയപ്പെടുകയും ഭരണപക്ഷം വിജയിക്കുകയും ചെയ്യുന്നത് എന്താണെന്നറിയോ? മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങി. മുഖ്യമന്ത്രി ഒരു 20-25 മിനിറ്റ് അങ്ങ് നമ്മൾ നിയമസഭാ സമ്മേളനത്തിൽ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്ന പോലെ അങ്ങ് പ്രസംഗിക്കും. അത് മുഴുവൻ ജനങ്ങൾ കേൾക്കും. അതിന് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവ് കുറേ അങ്ങ് പ്രസംഗിക്കും. അത് മറുപടിയും. പക്ഷേ ചോദ്യത്തിന് ഉപചോദ്യം ഉണ്ടെങ്കിലല്ലേ അത് ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങളിത് പറയുന്നത് ശരിയല്ല, നിങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ട്. അതിലല്ലേ ഈ പറയുന്നത് നിയമസഭേൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോകണ്ടേ? ആ പറയുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മറുപടി പറയേണ്ട എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പ്രതിപക്ഷത്തിന് പറ്റിയുടെ പത്ത് എന്താണ്? ഇതെല്ലാം പറയുന്ന സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ് കൊണ്ട്. കാരണം ഇത് വെട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും വെട്ടുമെന്ന് സ്വപ്നത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ സ്പീക്കർ പറഞ്ഞൊരു കാര്യം എന്താണ്? സ്പീക്കർ ഈ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നുള്ളതാണ്. ചില അംഗങ്ങളുടെ ചോദ്യങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങൾ പരിചരിപ്പിക്കുന്ന നിയമസഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ചോദ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുന്നത് പുറത്തു വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പോലും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓൾറെഡി വെട്ടി.
വെട്ടിയാലും പുറത്ത് പറയാൻ പാടില്ല. ഏത് ലോജിക്കാന്നേ ഇത്? എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ജനാധിപത്യത്തിന് എന്ത് വിരുദ്ധമായിട്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്? നമ്മൾ ഈ പറയുന്ന BJP-നെയും RSS-നെയും ഈ പറയുന്ന നരേന്ദ്രമോദിയും നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് മറുപടി ഇല്ല, ചോദ്യം ചോദിക്കാൻ സമ്മതിക്കുന്നില്ല, അവർ പറയുന്ന ഏകാധിപതിയെ പോലെ പെരുമാറുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പറയുന്ന സ്ഥലത്ത് അതിനേക്കാൾ അപ്പുറമല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ചോദ്യത്തിന് മറുപടി ഇല്ല എന്നുള്ളത് മാത്രമല്ല, അൺസ്റ്റാർഡ് ആക്കിയെന്ന് മാത്രമല്ല, നിങ്ങൾ മിണ്ടു ചെയ്യരുതെന്ന് പറയാണ്. അതെവിടുത്തെ മര്യാദയാണ്? അങ്ങനെ ചെയ്യാൻ പാടുമോ? അപ്പം ഞാൻ പറയുന്നത് നിയമസഭയിൽ ഇപ്പം ഏത് ഉണ്ണിവാലക്ഷം പറഞ്ഞ 2015 മാർച്ച് 15 നടന്നതുപോലെ അത്ര വലിയ ബഹളമൊന്നും നടന്നിട്ടില്ലല്ലോ. ഇവരെന്താ ചോദ്യം ചോദിച്ച് പറയും. അപ്പം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? പറഞ്ഞു വരുമ്പോൾ എന്താ അറിയോ? നീ ഇവിടെ ആരാ പ്രതിപക്ഷ നേതാവെന്ന് ചോദിക്കുന്ന സ്പീക്കറായി മാറിയേക്കാണ്. ഇവിടെ ആരാ പ്രതിപക്ഷ നേതാവെന്ന്? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചോദിക്കുമോ? ഈ കേരളത്തിന് മുഖ്യമന്ത്രി ആരാ അവിടെ ഉള്ളതെന്ന് ചോദിക്കുമോ? ചോദിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് അതിനെ ചോദിക്കാൻ പാടുമോ? ഞാൻ പറയുന്നത് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കുണ്ട്. കാരണം അവർ രണ്ടുപേരും തുലനാവസ്ഥയിൽ കൊണ്ടുപോകേണ്ട ആളാരാ? ഈ പറഞ്ഞ സ്പീക്കറല്ലേ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് സ്പീക്കർ ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് ഇവർ സഭാ TV-യിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സീറോ വേളയിൽ തിരിച്ചു വരുമല്ലോ. തിരിച്ചു വരുമ്പോൾ സംസാരിച്ചുകൂടെ? ഈ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കണ്ടേ? അപ്പോൾ അത് പറയുകയാണ്. അപ്പോൾ അത് പറയാൻ സമ്മതിക്കാതെ ഇവർ പറഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഞാനില്ലാത്ത സമയത്ത് എന്നെക്കുറിച്ച് മോശമായിട്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാവിനെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ ഈ പറഞ്ഞ മോശം പറഞ്ഞത് മുഴുവൻ സഹിച്ച് അടുത്ത ഈ പറഞ്ഞ മലപ്പുറം പരാമർശം എന്ന് പറയുമ്പോൾ നിൽക്കാൻ പറ്റുമോ? മലപ്പുറം പരാമർശം നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഈ പറഞ്ഞ ഘടകകക്ഷികളുടെ എല്ലാം അനുമതിയോടുകൂടി പ്രതിപക്ഷ നേതാവായ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പെരുമാറും. അത് അവിടെ തന്നെ ചോദ്യം ചെയ്യണ്ടേ? ആ സമയത്ത് നാളെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ ഇത് വാക്കൗട്ട് നടത്തി പുറത്തു പോയി സീറോ വേളയിൽ തിരിച്ചു വരുന്ന സമയത്ത് ചോദ്യം ചോദിക്കാതെ അത് കഴിഞ്ഞിട്ട് നാളെ ചോദിക്കാമെന്ന് പറഞ്ഞൊക്കെ ഈ മലപ്പുറം പരാമർശമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം ഉണ്ടെന്ന് വെച്ചിട്ട് നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? അത് നിങ്ങൾ ഉണ്ണിബാലകൃഷ്ണനും സുമിയുടെ മോളും അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഒരു ഊരാക്കുടുക്കിക്കൊണ്ട് പോയി പെടുത്തി. ഈ പറഞ്ഞ പ്രതിപക്ഷത്തെ പെടുത്തിയെന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യോത്തര വേളയിൽ ഇത് അൺസ്റ്റാർഡാക്കി. അത് ന്യായമാരിയല്ലോ, ന്യായമായ കാര്യമല്ല. അതിന് ചോദ്യം ചോദിച്ചു, അതിന് പുറത്തുപോയി. പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മോശം പറയുന്നു. തിരിച്ചു വന്ന് പറഞ്ഞാൽ അവർക്കറിയാം തിരിച്ചു വന്ന് പറയുമെന്നറിയാം. തിരിച്ചു വന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ കാര്യങ്ങളും നടത്തി. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു, നാളെ രാവിലെ 9 മണിക്ക് കൂടുമെന്ന് പറഞ്ഞ് ഇറങ്ങി മാറ്റി വെക്കുക. ഇനി ഈ സഭാ സമ്മേളന വേളയിൽ മലപ്പുറം പരാമർശം സബ്മിഷനായിട്ടോ ഒരു അടിയന്തര പ്രമേയത്തിനോ എടുക്കേണ്ടത് പോലുമില്ല. ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു നിയമസഭയുടെ ആധികാരികം അല്ലെങ്കിൽ ന്യായമായ മര്യാദ എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കാനുള്ള അനുമതി കൊടുക്കുക എന്നുള്ളതാണ്. അത് സ്റ്റാർഡായ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചാൽ സ്റ്റാർഡായിട്ട് മേടിക്കുക, അൺസ്റ്റാർഡായി കൊടുത്താൽ അൺസ്റ്റാർഡായിട്ട് മേടിക്കുക. അത് വെട്ടാൻ തീരുമാനിച്ചാൽ പിന്നെ ഇതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ ജനാധിപത്യം മറുപടി കൊടുക്കുന്നില്ല. 3 സഭാ സമ്മേളനങ്ങളെ കൊടുക്കാനുണ്ട്. ഫിനാൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ ഈ ജനാധിപത്യമൊക്കെ പറയുമ്പോൾ നമ്മളൊരു MLA-നെ എന്തിനാണ് നിയമസഭയിലേക്ക് വിടുന്നത്? നിയമസഭയിലേക്ക് വിടുന്നത് ഈ പറയുന്ന മന്ത്രിമാരും ഈ പറഞ്ഞ ഭരണവും ഭരണപക്ഷവും നടത്തുന്ന അഴിമതികളും അവർ ചെയ്യുന്ന സ്വജനപക്ഷപാതവും അവർ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല വിടുന്നത്. അത് ചോദ്യം ചെയ്യേണ്ടെന്ന് ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ബ്യൂട്ടിയാണ് ഈ പറയുന്ന നിയമസഭയ്ക്കുള്ളത്? അപ്പോൾ ഇതിനെതിരെ സമരം ചെയ്ത പാർട്ടിയാണല്ലോ ഇത്. ഡയസിൽ കയറിയിട്ട് പറഞ്ഞ സ്പീക്കറെ കസേരയെടുത്ത് പുറത്തിട്ട പാർട്ടിയല്ലേ ഇത്? അപ്പോൾ ശിവൻകുട്ടിക്ക് ഒന്ന് ശ്രമം നടത്തി. അല്ല, ശിവൻകുട്ടിയെ കറക്റ്റായിട്ട് മുഖ്യമന്ത്രി പിടിച്ചു നിന്നപ്പോൾ പുറകെ പോയിരുന്നോളാം. ശിവൻകുട്ടി അരുത്. ഇപ്പൊ തന്നെ പക്ഷെ അത് മനസ്സിലായി കേട്ടോ, ശിവൻകുട്ടിക്ക് മനസ്സിലായി. മാത്രം ശിവൻകുട്ടിക്ക് ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിന്റെ ഭാവം എന്താ അറിയോ? ഇപ്പൊ തന്നെ ഞാൻ എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക, നീ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നാണ്. അപ്പോൾ അല്ല, അതിനേക്കാളും ഈ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്പീക്കർ ഇന്ന് ചെയ്ത കാര്യം ഒരിക്കലും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നിലവാരം കളഞ്ഞില്ല എന്ന് പറയാൻ കാരണം നിയമസഭയിൽ നമ്മൾ ഈ പറഞ്ഞ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, നിലവാര തകർച്ച ഉണ്ടാകാൻ പാടില്ല എന്ന് തിരുത്തരം ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഒരു കാരണം ഉണ്ടാക്കി കൊടുത്തത് ഈ പറഞ്ഞ സ്പീക്കർ തന്നെയാണ്. ആ പറഞ്ഞ ചോദ്യം വെട്ടിയത് ഈ സ്പീക്കറാണ്. ആ പറയുന്ന ഇത് ചോദ്യം ചോദിക്കാനുള്ള അനുമതി നിശ്ചിതത് ഈ സ്പീക്കറാണ്. അപ്പോൾ അതിന് കാരണം തുടങ്ങി വെച്ചതും ഈ സ്പീക്കറാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം, അതിനെതിരെ പൊരുതേണ്ട ഉത്തരവാദിത്വം, അത് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് എന്ന് പറയുന്ന സംവിധാനത്തേക്ക് ഉള്ള ഉത്തരവാദിത്വം ഈ പ്രതിപക്ഷത്തിൻ്റെയാണ്. ആ നിലയിലാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ നിലവാരം കളഞ്ഞിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പം നിലവാരം ആ അർത്ഥത്തിൽ കളഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അതെച്ചാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തൊരു നിയമസഭ പെരുമാറുമ്പോൾ അതിനകത്ത് തുല്യാവകാശം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.
എന്നാൽ സ്പീക്കറിന്റെ നടപടികൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത് ആ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടോ, നിങ്ങൾ ഈ പറഞ്ഞ മലപ്പുറം പരാമർശത്തിന്റെ അകത്ത് മാത്രമേ ഇനി അടിയന്തര പ്രമേയം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. മറ്റുള്ള അടിയന്തര പ്രമേയം വന്നാൽ ഇതും ചർച്ചയാവും. അതെ അതെ. അല്ല അത് ഞാനീ പറയുന്നത് ചർച്ചയ്ക്ക് ഈ പറഞ്ഞ സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പ്രതിപക്ഷം മലപ്പുറം പരാമർശം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ പ്രശ്നം ഈ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ തന്നെ ചോദ്യം മാറ്റേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇത് നേരത്തെ ഉന്നയിച്ച വിഷയത്തിന്റെ പരിധിയിൽ പെടുന്നതുകൊണ്ട് തള്ളാം. അതാണൊരു പ്രശ്നം. അത് ഈ സ്പീക്കറിന് ഇതിനകത്ത് അൺഎൻഡിങ് പവർ ഉണ്ടല്ലോ ആ അർത്ഥത്തിൽ. അല്ല, ഇന്ന് സണ്ണി ജോസഫ് കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും എത്തുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുന്നതായി ദേശീയ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് സംസ്ഥാനത്തിന് അപമാനകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. പക്ഷേ അതിനകത്തൊരു അപകടമുണ്ട് കേട്ടോ. അത് ദേശീയ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ അഭിമുഖം മാത്രമല്ലെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എക്കണോമിക് ടൈംസും പിന്നെ അടക്കമുള്ള പത്രങ്ങൾ ഇത് മാത്രം എടുത്തു കൊടുത്തു. അന്ന് നമ്മൾ സെപ്റ്റംബർ 13-ാം തീയതി കൊടുത്ത സംഭവങ്ങളിനകത്ത് വെച്ചിട്ട് ഇവിടെ ഈ മലപ്പുറത്ത് ഇത്രയധികം കോടി രൂപയുടെ ഹവാല പിടിച്ചു. അത് സർക്കാർ ഈസി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതെ, പക്ഷേ ഇതിനകത്ത് എന്നിട്ട് ഈ ചോദ്യം പർട്ടിക്കുലർ ആക്കുന്നത് അതിന്റെ വിശദീകരണ കുറിപ്പിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായും ഈ പിന്നെ ഹിന്ദുവിൽ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും എത്തുന്ന പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതായുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രസ്തുത പരാമർശം അഭിമുഖത്തിൽ നടത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടുത്ത ദിവസം നിഷേധക്കുറിപ്പ് നൽകി. അതിനെ തുടർന്ന് ഹിന്ദു ദിനപത്രം നൽകിയ തിരുത്തലിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ചെയ്യുന്നതിനായി ഹിന്ദു ദിനപത്രത്തെ സമീപിച്ച ഒരു PR ഏജൻസിയാണെന്നും ഏജൻസിയുടെ പ്രതിനിധിയുടെ രേഖാമൂലമുള്ള നിർദ്ദേശപ്രകാരമാണ് മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും ഹിന്ദു വ്യക്തമാക്കി. ആയതിനാൽ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഈ PR ഏജൻസിക്കെതിരെ കേസെടുക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ വിഷയത്തിൽ മാത്രമാണ് ഇപ്പോൾ ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഹിന്ദു ദിനപത്രവുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ വന്ന പരാമർശത്തെക്കുറിച്ചാണ് അടിയന്തര പ്രമേയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഈ പറഞ്ഞ കണക്ക് മറ്റു വിഷയങ്ങളിലൂടെ ADGP ഉണ്ടാകും. ADGP ദത്താത്രേയ ഹോസ്പിറ്റലിൽ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയും. ആരും മറുപടി ഇതിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമല്ലോ. ഹൊസബോളയുമായിട്ടുള്ള കൂടിക്കാഴ്ച വേണമെങ്കിൽ എടുത്തിടാം. അതും അന്വേഷണം നടക്കുന്നു എന്ന് പറയാം എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അതിന് തള്ളാവുന്നതാണ്. പക്ഷേ അല്ല, ഇന്ന് പിന്നെ ADGP അജിത് കുമാറിന്റെ കുടുംബക്ഷേത്രത്തിൽ മറ്റേ സ്വർണ്ണം കളവ് പോയി എന്ന് പറയുന്ന സ്ഥലം ഏത്? ഈ പറഞ്ഞ പിന്നെ ഏതാണ് ADGPയുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പൂജാരി വിഗ്രഹത്തിലെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി. കുടുംബക്ഷേത്രത്തിൽ നേരത്തെ മോഷണം നടത്തിയ ആളാണ്. അത് തിരിച്ചു വിളങ്ങി ഇങ്ങനെ പറയാം. അതെ, ആ പൂജാരിയുടെ പശ്ചാത്തലത്തെ കുറിച്ച് അന്വേഷിക്കാതെ സ്വന്തം കുടുംബക്ഷേത്രത്തിൽ ആ പൂജാരിയെ വിൽക്കുകയും ആ കുടുംബക്ഷേത്രത്തിൽ സ്വർണം അടിച്ചുകൊണ്ട് പോവുകയും ചെയ്തത് നോക്കിയിരിക്കേണ്ടി വന്നയാളാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം ഇത്രയും ദിവസം പരിപാലിച്ചത്. ഈ ഒറ്റ കേസ് മതി, യോഗ്യനല്ല. ഓക്കെ, അപ്പം ഇതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിലവാരം കളഞ്ഞോ എന്ന ചോദ്യത്തിന് 2 പേർ നിലവാരം കളഞ്ഞുവെന്നും 2 പേർ നിലവാരം കളഞ്ഞില്ല എന്നും അഭിപ്രായപ്പെടുന്നു. Meet the editors.